എപ്പോഴും നന്ദി വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ തന്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നു. മഴ കുറവായിരുന്നതിനാൽ കൃഷിയൊന്നുമില്ലായിരുന്നു. അതിനാൽ എവിടെ നോക്കിയാലും പട്ടിണിയായിരുന്നു. അനവധി ആൾക്കാർ ജീവിക്കാൻ വേണ്ടി മറ്റു ഗ്രാമങ്ങളിലേക്ക് യാത്രയായി. പക്ഷേ തന്റെ പൂർവികർ വാണിരുന്ന ആ സ്ഥലം ഉപേക്ഷിച്ചു പോകാൻ കർഷകന് മനസ്സ് വന്നില്ല. താനും 2 കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കുമെന്നും അതിനാൽ ഏതെങ്കിലും ഒരു ജോലി അന്വേഷിക്കണമെന്നും അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞു. തന്റെ കുടുംബത്തിന്റെ സ്ഥിതി കണക്കിലെടുത്ത് ആ കർഷകൻ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ അയാൾ ഒരു വലിയ കുഴി കണ്ടു. അതിലൊരു മനുഷ്യനും ഒരു കുരങ്ങനും ഒരു പുലിയും ഒരു പാമ്പും ഉണ്ടായിരുന്നു. അവർ അതിൽ നിന്നും മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. എല്ലാ മൃഗങ്ങളും മനുഷ്യനും പറഞ്ഞു, ദയവായി ഞങ്ങളെ രക്ഷിക്കണേ. ഇതിനു പകരമായി ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. പാവപ്പെട്ട ആ കർഷകന് അവരോട് ദയ തോന്നി. അയാൾക്ക് തോന്നി, ഇവരെ സഹായിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ 4 പേരെയും കുഴിയിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അയാൾ യാത്ര തുടർന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അലഞ്ഞു നടന്നിട്ടും അയാൾക്ക് ഒരു ജോലി പോലും കിട്ടിയില്ല. വീട്ടിലേക്ക് തന്നെ മടങ്ങാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ കുഴിക്കരിയിലൂടെ നടന്നപ്പോൾ ചേട്ടാ, ആരോ വിളിച്ചു. ശബ്ദം കേട്ട് അയാൾ ചുറ്റും നോക്കി. മരത്തിനു മുകളിൽ കുരങ്ങനിരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ കയ്യിൽ ധാരാളം മുന്തിരിങ്ങയും ഉണ്ടായിരുന്നു. കർഷകനാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, ചേട്ടനെ കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഇത് കഴിച്ച് വിശപ്പ് മാറ്റിക്കോളൂ. അയാൾക്ക് വിശപ്പുണ്ടായിരുന്നെങ്കിലും അല്പനേരം ശങ്കിച്ചു നിന്നു. ശങ്കിച്ചു നിൽക്കണ്ട, എന്നെ നിങ്ങളുടെ സ്നേഹിതനായി കരുതി ഇത് വാങ്ങിച്ചുകൊള്ളൂ, കുരങ്ങൻ പറഞ്ഞു. അയാൾ വയറു നിറയെ അത് കഴിച്ചു. കുരങ്ങനോട് നന്ദി പറഞ്ഞ് അയാൾ വീണ്ടും യാത്രയായി. വഴിയിൽ വെച്ച്, ദയവായി എന്റെ വീട്ടിലേക്ക് വന്നാലും ഞാൻ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ അറിയുന്നു. എന്റെ കൈവശം ധാരാളം സ്വർണവും രത്നങ്ങളും മുത്തുകളും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളൂ എന്ന് പുലി പറഞ്ഞു. അയാൾ അത് നിരസിച്ചില്ല. ആവശ്യത്തിന് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് യാത്ര തുടർന്നു. ഈ ആഭരണങ്ങൾ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുക? എവിടെ കൊണ്ടുപോയി വിറ്റ് പണമാക്കും എന്ന് കർഷകൻ ചിന്തിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് താൻ കുഴിയിൽ നിന്ന് രക്ഷിച്ച ആ മനുഷ്യനെ ഓർമ്മ വന്നത്. അയാൾ നേരെ ആ മനുഷ്യനെ കാണാൻ ചെന്ന് കാര്യങ്ങൾ വിവരിച്ചു. അയാൾ ഒരു ആഭരണ വ്യാപാരിയായിരുന്നു. ഈ ആഭരണങ്ങൾ രാജകൊട്ടാരത്തിലേതാണെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അയാൾക്ക് തോന്നി, രാജാവിൽ നിന്ന് നല്ല പേര് സമ്പാദിച്ച് ധാരാളം പണം ഉണ്ടാക്കാമെന്ന്. അല്പനേരം ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അയാൾ കൊട്ടാര കാവൽക്കാരോടൊപ്പം മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ കർഷകൻ ഒരു കള്ളനാണ്. കർഷകന് ശിക്ഷ നൽകി തടവിലാക്കപ്പെട്ടു. അയാൾ വല്ലാതെ ദുഃഖിച്ചു. കുരങ്ങനും പുലിക്കുമുണ്ടായിരുന്ന അത്രയും നന്ദി പോലും ആ മനുഷ്യനില്ലാതെ പോയല്ലോ. എന്തൊരു ലോകമാണിത്. ഒടുവിൽ ആ പാമ്പും എന്നോട് പറഞ്ഞു എന്നെ സഹായിക്കാമെന്ന്. എങ്ങനെയാണത് എന്നെ സഹായിക്കുകയെന്ന് ഒന്ന് നോക്കണം. കർഷകൻ സ്വയം പറഞ്ഞു. അയാൾ ആത്മാർത്ഥതയോടെ ആ പാമ്പിനെ ഒരു ക്ഷണം മനസ്സിൽ ധ്യാനിച്ചു. അടുത്ത നിമിഷം തന്നെ പാമ്പ് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ചേട്ടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പോയി റാണിയുടെ കാലിൽ കൊത്താം. നിങ്ങൾ തൊട്ടാൽ മാത്രം അവർക്ക് ഭേദമാകുന്നത് പോലെ ഒരു സ്ഥിതിയിൽ ഞാൻ കൊണ്ടെത്തിക്കാം. നിങ്ങൾക്ക് അപ്പോൾ സ്വതന്ത്രനാകാം. ഞാൻ വരട്ടെ. പാമ്പ് പറഞ്ഞു. പറഞ്ഞതുപോലെ പാമ്പ് റാണിയെ കൊത്തി. എല്ലാ രാജവൈദ്യന്മാരും ശുശ്രൂഷിച്ചിട്ടും റാണിയെ സുഖപ്പെടുത്താനായില്ല. ആ സമയത്ത് കർഷകൻ തടവറ കാവൽക്കാരനോട് താൻ റാണിയെ ഭേദമാക്കാമെന്ന് പറഞ്ഞു. രാജാവ് കർഷകനെ വിളിപ്പിച്ചു. അയാൾ പാമ്പിനെ മനസ്സിൽ ധ്യാനിച്ച് റാണിയുടെ കാലിൽ തലോടി. റാണിയുടെ അസുഖം ഭേദമായി. രാജാവിനും സന്തോഷമായി. കർഷകൻ താൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു. കുറ്റക്കാരനായ ആഭരണ വ്യാപാരിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. രാജാവ് കർഷകന് ധാരാളം സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും നൽകി. ഗുണപാഠം: സഹായിച്ചവരോട് നന്ദി കേട് കാണിക്കുന്നത് ഏറ്റവും നീചമായ കാര്യമാണ്. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക.
വിഡ്ഢിയായ മുതല. ഒരിടത്ത് മനോഹരമായ ഒരു നദിയുണ്ടായിരുന്നു. അതിന്റെ തീരത്തായി അതിസുന്ദരമായ ഒരു ഞാവൽ മരവും നിന്നിരുന്നു. ദിവസവും ഒരു കുരങ്ങൻ ആ ഞാവൽ മരത്തിനടുത്ത് എത്തും. അതിന്റെ മുകളിൽ കയറി അതിന്റെ ചില്ലകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. വിശക്കുമ്പോൾ അത് ഞാവൽ പഴങ്ങൾ പറിച്ചു തിന്നും. ദാഹം ശമിപ്പിക്കാനായി നദിയിൽ നിന്ന് വെള്ളവും കുടിക്കും. ഒരു ദിവസം ഒരു അപൂർവ ജന്തു ആ നദിയിലൂടെ നീന്തി അവിടെ എത്തി. അതിന് നീണ്ട മുള്ളുകൾ നിറഞ്ഞതുപോലെയുള്ള ശരീരാകൃതിയായിരുന്നു. നീണ്ട വാലും കൂർത്ത് നീണ്ട മുഖവും ഉണ്ടായിരുന്നു. കാണാൻ തന്നെ പേടി തോന്നുമായിരുന്നു. കുരങ്ങൻ ആദ്യം പേടി തോന്നിയെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് അത് സംസാരിക്കാൻ തുടങ്ങി. ഏയ്, നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് മുതലയെന്ന. ഇന്ന് എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ഇതുവഴി വന്നതാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ദയവായി കഴിക്കാൻ എന്തെങ്കിലും തരാമോ? നിന്നെ കാണാൻ ഭീകരനാണ്, പക്ഷെ വിശപ്പുണ്ടെന്ന് പറയുന്നു. ശരി, ഈ പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കിക്കൊള്ളൂ. കുരങ്ങൻ ഞാവൽ പഴങ്ങൾ ഓരോന്നായി നദിയിലേക്ക് ഇട്ടുകൊടുത്തു. മുതല അത് ഓരോന്നായി തിന്നാൻ തുടങ്ങി. ഇതിന് നല്ല സ്വാദുണ്ടല്ലോ. എന്ത് പഴമാണിത്? ഇത് ഞാവൽ പഴമാണ്. ഞാനിവിടെ ദിവസവും വരാറുണ്ട്. ഈ മരത്തിൽ കുറേ നേരം കളിക്കും. ഞാവൽ പഴങ്ങൾ തിന്നും, വെള്ളം കുടിക്കും, എന്റെ വിശപ്പ് ശമിപ്പിക്കും. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ദിവസവും ഇവിടെ വരാം. നമുക്ക് കൂട്ടുകാരാവാം. എന്ത് പറയുന്നു? അതും നല്ലതാണ്. എന്റെ കൂടെ കളിക്കാൻ ഇവിടെ ആരുമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാം. ഇതാ, ഈ ഞാവൽ പഴങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. ധാരാളം ഞാവൽ പഴങ്ങൾ കൊടുത്തു. മുതല അവ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഓ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ്? നല്ല സ്വാദാണല്ലോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിച്ചത്. ഇതിന്റെ പേര് ഞാവൽ പഴം എന്നാണ്. കുരങ്ങനെ കണ്ടുമുട്ടിയ സംഭവം മുതല തന്റെ ഭാര്യയോട് വിവരിച്ചു. വിഷമിക്കണ്ട. ഇനി മുതൽ ഞാൻ ധാരാളം പഴങ്ങൾ കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാം. ദിവസവും ധാരാളം സ്വാദിഷ്ടമായ ഞാവൽ പഴങ്ങൾ കുരങ്ങൻ കൊടുത്തയക്കും. മുതല അത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാണ് അതിനൊരു ആശയം ഉദിച്ചത്. ഈ ഞാവൽ പഴങ്ങൾക്ക് ഇത്ര സ്വാദാണെങ്കിൽ ദിവസവും ഇത് കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു സ്വാദായിരിക്കും? ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടില്ലല്ലോ? ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എങ്ങനെയെങ്കിലും ആ കുരങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരണം. എനിക്ക് അവന്റെ ഹൃദയം രുചിക്കണം. എന്തൊരു അപകടം പിടിച്ച ചിന്തയാണിത്. അവൻ എന്റെ ചങ്ങാതിയാ. അവനെ ഞാൻ എങ്ങനെ ത്യാഗം ചെയ്യും? ആൺ മുതലയ്ക്ക് ആകെ സങ്കടമായി. കുരങ്ങനുമായി കൂട്ടുകൂടിയിട്ട് അധികം ദിവസമായില്ലെങ്കിലും അവനെ ചതിക്കാൻ മുതലയ്ക്ക് ഒട്ടും മനസ്സിലായിരുന്നു. എന്നിട്ടും വേറെ വഴിയില്ലാതെ അത് കുരങ്ങനെ സമീപിച്ചു. എന്താ ചങ്ങാതി, ഇന്നെന്താ വരാൻ ഇത്ര താമസം? എന്താ മുഖം വാടിയിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം? ഏയ്, ഒന്നുമില്ല ചങ്ങാതി. എന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണണമെന്നുണ്ട്. അവൾ നിനക്കായി ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മുതലയുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ആരംഭിച്ചു. വഴിക്ക് വെച്ച് മുതലയ്ക്ക് സത്യം മറച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ കുരങ്ങൻ തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ വഴിയാലോചിച്ചു. അയ്യോ, ഞാൻ മരത്തിലിരുന്നപ്പോൾ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മറ്റേ ഹൃദയവും കൂടി കൊണ്ടുവരുമായിരുന്നു. ഞാനത് ഉണക്കാനിട്ടിരിക്കുക. അതിനെന്താ, ഞാൻ നിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാം. നീ അതും കൂടി എടുത്തുകൊണ്ടുപോവാ. അവൾക്ക് സന്തോഷമാകും. സംസാരിച്ചുകൊണ്ട് അവർ മരത്തിനടുത്ത് തിരിച്ചെത്തി. കുരങ്ങൻ അതിവേഗം മരത്തിൽ ചാടി കയറിയിരുന്നു. എന്താ മുതലച്ചാരെ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നീ വിശന്ന് വലഞ്ഞു വന്നപ്പോ ഞാവൽ പഴങ്ങൾ തന്ന് ഞാൻ നിന്നെ സഹായിച്ചു. അതിനുള്ള പ്രതിഫലമാണോ ഇത്? ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്ക് മറ്റൊരു ഹൃദയമുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എന്ത് ചെയ്യാനാ, നന്ദിയും വിശ്വാസവും ഇല്ലാത്ത നിന്നെ പോലുള്ള ഒരുത്തന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നുണ പറയേണ്ടി വന്നു. ആർക്കെങ്കിലും 2 ഹൃദയം കാണുമോ? ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. മുതല സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: സുഹൃത്ത് ബന്ധം വിശ്വസ്തമായിരിക്കണം. സുഹൃത്ത് ബന്ധം സത്യസന്ധമായിരിക്കണം. അതിൽ വിടവുണ്ടായാൽ ഇത്തരത്തിൽ ദുഃഖിക്കേണ്ടി വരും. ഉപദേശിക്കുന്നതിന് മുൻപ് ആലോചിക്കുക. ആരെങ്കിലും ഉപദേശിക്കുന്നതിന് മുൻപ് അവരത് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുമോ എന്ന് നാം ആലോചിക്കണം. അവരത് പ്രകാരം പ്രവർത്തിക്കുമോ, അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാകുമോ?
ഉപദേശിക്കുന്ന കൊണ്ടുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അത് നമ്മെ ബാധിക്കാനിടയുണ്ട്. എങ്ങനെയാണെന്നോ ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന്റെ ശാഖയിൽ 2 കുരുവികൾ സന്തോഷത്തോടെ അവയുടെ കുരുവിക്കൂട്ടിൽ വസിച്ചിരുന്നു. ഒരു ദിവസം കനത്ത മഴ പെയ്തു. അതിശക്തമായ കാറ്റടിച്ചു. ഭയങ്കര തണുപ്പ് കാരണം ആൺകുരുവിയും പെൺകുരുവിയും തണുത്തു വിറച്ചിരുന്നു. പക്ഷെ അവയുടെ കൂട്ടിൽ സുരക്ഷിതരായിരുന്നു. പെട്ടെന്ന് മഴ കാരണം ദേഹം മുഴുവനും നനഞ്ഞു കുളിച്ച ഒരു കുരങ്ങൻ അതുവഴി വന്ന് മരത്തിനടിയിൽ അഭയം പ്രാപിച്ചു. വല്ലാതെ മഴ നനഞ്ഞിരുന്നതിനാൽ ആ കുരങ്ങനും തണുത്തു വിറങ്ങലിച്ചാണിരുന്നത്. കുരങ്ങനെ കണ്ട 2 കുരുവികളും സംസാരിക്കാൻ തുടങ്ങി. ആ കുരങ്ങൻ തണുത്തു വരച്ചിരിക്കുന്നുണ്ടോ? നമുക്കതിനെ സഹായിച്ചാലോ? അതിനെയോ? നമ്മൾ രണ്ടുപേരും വളരെ ചെറുതല്ലേ, നമ്മൾ എങ്ങനെ ഇത്രയും വലിയ കുരങ്ങനെ സഹായിക്കുക? നമ്മളതിനെ നേരിട്ട് സഹായിക്കണമെന്നില്ല, നമുക്കതിനൊരു ഉപദേശമോ നിർദ്ദേശമോ മറ്റോ നൽകാമല്ലോ. ഉപദേശമോ? കുരങ്ങനോ? അവനൊരു മുൻകോപിയാ. നീ ഉപദേശിച്ചാൽ അവനത് കേൾക്കൂ. പറഞ്ഞു നോക്കാം, അതനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവന്റെ ഇഷ്ടം. വെറുതെ അവനെ ഉപദേശിച്ച് പ്രശ്നത്തിൽ വീഴണ്ട, സൂക്ഷിച്ചു വേണം. വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. നോക്കൂ കുരങ്ങച്ചാരെ, ഇവിടെ നോക്കൂ, ഞാൻ മുകളിലുണ്ട്. ഓ കുരുവിയോ, ഞാൻ ആകെ മഴയിൽ തണുത്ത് വിറച്ചിരിക്കുകയാണ്. എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ ശല്യം ചെയ്യല്ല, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ പറയട്ടെ? എന്താണ് പറയാനുള്ളത്? വേഗം പറയണം, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. ഒന്നുമില്ല, എനിക്ക് ചെറിയ കൊക്കാണെങ്കിലും മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാനായി ഞാനൊരു കൊച്ചു കൂട് കെട്ടിയിട്ടുണ്ട്. കുരങ്ങച്ചാർ ഇത്രയും വലുതല്ലേ, 2 കാലുകളും 2 കൈകളും ഉണ്ട്. സ്വയം രക്ഷിക്കാനായി കുരങ്ങച്ചാർക്കൊരു വീട് കെട്ടിക്കൂടെ? സന്തോഷമായി കഴിയാം, ഇങ്ങനെ മഴയിൽ നനയേണ്ട കാര്യമില്ലല്ലോ. കുരുവി പറഞ്ഞതിലും കാര്യമുണ്ടെങ്കിലും കുരങ്ങൻ അത് നല്ല കാഴ്ചപ്പാടിൽ എടുത്തില്ല. അവന് ദേഷ്യം വന്നു. ദേഷ്യം മൂത്ത കുരങ്ങൻ മരത്തിന് മുകളിൽ ചാടി കയറി കുരുവിക്കൂട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. 2 കുരുവികൾക്കും വളരെ സങ്കടമായി. അവ ആകാശത്തേക്ക് പറന്നു. ഗുണപാഠം: ആരാണ് നമ്മെ ഉപദേശിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാതെ ആ ഉപദേശത്തിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാം.